തുങ് തുങ് സാഹൂർ. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ കുറെ ദിവസമായിട്ട് ആലോചിക്കുക ഒരു പുതിയ മാൻഷൻ മേടിച്ചാലോന്ന്. എന്നിട്ട് നമ്മൾ എല്ലാവരും ആ മാൻഷനിലേക്ക് മാറാം. പുതിയ മാൻഷൻ മേടിക്കേ? എന്തിന്? നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നോ? അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കുറെ ദിവസം ഈ വീട്ടിൽ നിന്നില്ലേ, പിന്നെന്താ പ്രശ്നം? എടാ ഫ്രാങ്ക്ലിനെ, സംഭവം വേറൊന്നല്ല. നമ്മൾ കുറെ ദിവസം ഈ വീട്ടിൽ നിന്നു. ഈ വീട് പക്ഷെ എന്താണാവോ നമുക്ക് ചെറുതായിട്ടാ തോന്നണേ. ഈ വീട്ടിൽ പിന്നെ അധികം റൂമൊന്നുമില്ലേ, ആകെ ഒരു ബെഡ്റൂം മാത്രമുള്ളൂ. ഭയങ്കര കൺജസ്റ്റഡാ, അതുകൊണ്ടാ പറഞ്ഞേ. ആണോ? എന്നാ ശരി, ഞാനപ്പോൾ നിങ്ങൾക്ക് ഒരു മാൻഷൻ നോക്കാം. എടാ ടുങ് ടുങ് സൗറേ, നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റിയിൽ വല്ല നല്ല മാൻഷൻ ഉണ്ടാ? ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് അത് പർച്ചേസ് ചെയ്യാം. ആടെ ഫ്രാങ്ക്ലിനെ, ഞാനൊരു മാൻഷൻ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പറ്റിങ്ങ് അത് പർച്ചേസ് ചെയ്യാം. അത് അത്യാവശ്യത്തിന് വലിയൊരു മാൻഷനാ. അത് ശരി, അങ്ങനെയാണോ? എന്നാ പിന്നെ ഓക്കെ, നമുക്ക് പോയിട്ടേ ആ മാൻഷൻ പർച്ചേസ് ചെയ്യാം. എടാ ടുങ് ടുങ് സൗറേ, വന്ന് വണ്ടിയിൽ കയറ്. ആ മാൻഷൻ എവിടെയുള്ളേ? നിനക്ക് അതിൻ്റെ ലൊക്കേഷൻ അറിയോ? ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞോ? ആടെ ഫ്രാങ്ക്ലിന്, അതെവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. അല്ല, എന്തിനാ വണ്ടി നിർത്തിയേ? എടാ ടുങ് ടുങ് സൗറേ, ഞാൻ നിന്റെ ഡ്രൈവറല്ല. നീ നിന്റെ ബാക്കിലിരിക്കണേ, വന്ന് ഫ്രണ്ടിലിരിക്കി, എൻ്റെ കൂടെ ഇരിക്കി. അത് ശരി. ഈ വണ്ടിയിൽ പിന്നെ ബാക്ക് സീറ്റിലിരിക്കാൻ നല്ല സുഖമാണ്, അതുകൊണ്ടാ ബാക്കിൽ കൂട്ടിയിരുന്നേ. എന്തെങ്കിലും ആവട്ടെ. എടാ ഫ്രാങ്ക്ലിന്, നീ ഒരു കാര്യം ചെയ്യ്, നേരെ സ്കൂളിൻ്റെ അവിടേക്ക് വിട്ടോ. ആ ഭാഗത്താണ് ആ മാൻഷൻ പറഞ്ഞേ. സ്കൂളിൻ്റെ അവിടെയാ? സ്കൂളിൻ്റെ അവിടെ ഏത് മാൻഷനുള്ളേ? ഒരു മിനിറ്റ്, അവിടെ വലിയൊരു മാൻഷൻ ഉണ്ട്, അതാണോ നീ ഉദ്ദേശിച്ചേ? ആടെ ഫ്രാങ്ക്ലിനെ, ആ വലിയ മാൻഷൻ തന്നെ. അത് പിന്നെ ഒരു ലക്ഷറി മാൻഷനാണ്, നമുക്കെല്ലാവർക്കും സുഖമായിട്ട് താമസിക്കാൻ പറ്റും. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ടേക്ക് ചെല്ല്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളങ്ങനെ സ്കൂളിൻ്റെ അവിടെ വന്നേക്കാ. എടാ ടുങ് ടുങ് സൗറേ, ഇതാണോ നീ ഉദ്ദേശിച്ചേ, ഈ വലിയ മാൻഷൻ? ആടെ ഫ്രാങ്ക്ലിനെ, അതിനെയാ ഞാൻ ഉദ്ദേശിച്ചേ. നമുക്കിനി അതങ്ങ് പർച്ചേസ് ചെയ്യാം. എടാ പൊട്ടാ, അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട്. അത് ഏതൊരു ബില്യണറിൻ്റെ മാൻഷനാ, നമുക്കത് അങ്ങനെ മേടിക്കാൻ പറ്റില്ല. എടാ ഇങ്ങോട്ടേക്ക് നോക്കിയേ, ഇവിടെ ഒരു വീടുണ്ട്. ഇത് പിന്നെ ഫോർ സെയില്ല. ഇതെങ്ങനെയുണ്ട്? ഈ വീട് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് വേണ്ട. അത് ശരി, അത് വേണ്ടേ? എടാ, നിനക്ക് ഈ വീട് മേടിക്കാൻ പറ്റില്ല. ഇവിടെ പിന്നെ പുറത്ത് ഗാർഡ്സ് ഒക്കെ നിൽക്കുന്നുണ്ട്. അല്ല, എങ്ങോട്ടേക്ക് കയറി പോണേ? നിങ്ങളൊക്കെ ആരാണ്? ഒന്നുമില്ല ചേട്ടാ, ഈ കാണുന്ന വീടില്ലേ, അത് പർച്ചേസ് ചെയ്യാൻ പറ്റുമോന്ന് ചോദിക്കാനാ. പർച്ചേസ് ചെയ്യേ? എടോ, താൻ എന്താ ഈ പറയണേ? ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാ? ഈ വീട്ടില് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇത് പിന്നെ ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ ബില്യണറിന്റെ മാൻഷനാ. നിനക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. എത്ര ക്യാഷ് തന്നാലും ബോസ് സമ്മതിക്കില്ല. അതെ, നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ നമ്മൾ പോലീസിനെ വിളിക്കും, ഉള്ള കാര്യം പറയാം. അയ്യോ വേണ്ട ചേട്ടാ, പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇവിടുന്ന് പൊക്കോളാം. എടാ ടുങ് ടുങ് സൗറേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ മാൻഷൻ നമുക്ക് മേടിക്കാൻ പറ്റില്ലെന്ന്. അത് ഏതൊരു ബില്യണറിന്റെ മാൻഷനാ, അയാളങ്ങനെ സമ്മതിക്കില്ല. നമുക്ക് വേറെ വല്ല വീട് നോക്കാം. ലോസ് ആൻഡോസിൽ ഇഷ്ടം പോലെ വീടുണ്ട്. എടാ ഇത് നോക്കിയേ, ഇവിടെ ഒരു വീടുണ്ട്, ഇതും ഫോർ സെയില്ല. എടാ ഫ്രാങ്ക്ലിനെ, ഈ വീടും കുഴപ്പമില്ല, പക്ഷെ ഇത് ഭയങ്കര ചെറുതാ. ഇത് വേണ്ട, നമുക്ക് വേറെ വല്ല വീട് നോക്കാം. ഓ എന്നാ ശരി, നമുക്ക് വേറെ വല്ല വീട് നോക്കാം. ഇവിടെ വേറെ വീടുണ്ടാ ഫോർ സെയില്? എടാ ഇത് നോക്കിയേ, ഇവിടെ വേറെ ഒരു വീടുണ്ട്, ഇതും ഫോർ സെയില്ല. ഇത് കുഴപ്പമില്ലല്ലോ. എടാ ഫ്രാങ്ക്ലിനെ, ഇത് നേരത്തെ കണ്ട വീടായിട്ട് ഒരു വ്യത്യാസമില്ല, ഇതും ചെറുത് തന്നെയാ. എടാ, നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാന്, ബാലറീന, ഓടിഡിൻ ട്രാലാല, എല്ലാവർക്കും താമസിക്കാനായിട്ടേ ഒരു വലിയ വീട് വേണം, ചെറുതുണ്ടായിട്ട് കാര്യമില്ല. അത് ശരി, നിനക്കപ്പോ വലിയൊരു വീട് വേണം. നിനക്ക് എങ്ങനത്തെ വീടാ വേണ്ടേ? എടാ ഫ്രാങ്ക്ലിനെ, എനിക്ക് വലിയൊരു വീട് വേണം. ആ വീട്ടില് ഒരു സ്വിമ്മിംഗ് പൂള്, ബാസ്കറ്റ് ബോളിന്റെ കോർട്ട്, ഹെലിപാഡ്, ജിമ്മ്, പിന്നെ ആ ബാർബിക്യൂന്റെ സെറ്റപ്പ് ഇല്ലേ, അതൊക്കെ വേണം. എനിക്ക് വേണ്ടത് ഒരു